മഹാലക്ഷ്മി സീരിയലിലെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ മഞ്ജുവിനെ ഒരിക്കലും വിട്ടുകൊടുക്കില്ല എന്ന് കണ്ണം പറയുന്നുണ്ട്. തന്റെ അനിയത്തി മഞ്ജുവിനെ ചതിച്ച ആ മേഘനാഥിന് ഒരു 16ന്റെ പണി തന്നെ കൊടുക്കണമെന്നും കണ്ണൻ തീരുമാനിക്കുകയാണ്. അത് മഹാലക്ഷ്മിയോട് പറയുന്നുണ്ടെങ്കിലും എന്താണ് പണി എന്നുള്ള കാര്യം അവളോട് കണ്ണം പറയുന്നില്ല. അങ്ങനെ മാർക്കോയാണെങ്കിൽ ഇനിയും മേഘനാഥന്റെ നെഞ്ചിൽ തന്നെ ആളിത്തറച്ച് താഴ്ത്താനായിട്ട് തീരുമാനിക്കുകയാണ്. അതുകൊണ്ട് മാനസിയെ കാണുന്നു. എന്നിട്ട് മേഘനാഥനെ പേടിക്കരുത്, നിന്റെ കുഞ്ഞ് അവൻ മേഘനാഥന്റെ ആണെങ്കിൽ നീ ധൈര്യമായിട്ട് നിയമത്തിന് മുന്നിൽ പോകണമെന്നൊക്കെ പറയുകയാണ്. അവന് സംരക്ഷിക്കണം, അതിനായിട്ട് നിനക്ക് പണം വേണം, അത് അവന്റെ ഉത്തരവാദിത്തമാണ്, അവന്റെ കുഞ്ഞാണല്ലോ, അവൻ അങ്ങനെ തള്ളിക്കളയാനൊന്നും പറ്റില്ല. എന്തായാലും ആ മഞ്ജു അവനെ വിട്ടിട്ട് പോയി, അത് നിങ്ങളുണ്ടെന്നുള്ള സത്യം അറിഞ്ഞിട്ടാണ്. അങ്ങനെ ഒരുവിളെ ചതിച്ച അവൻ ഇനിയും വെറുതെ വിടാനായിട്ട് പാടില്ല, ഇത് അവൻ ആവർത്തിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് കുഞ്ഞിന് ചെലവിന് തരണം എന്നുള്ള രീതിക്കുള്ള കേസ് കൊടുക്കണം, നിന്നെ വഞ്ചിച്ചു എന്നും ആ കേസിൽ ഉൾപ്പെടുത്തണമെന്നൊക്കെ പറയുകയാണ്. അങ്ങനെ പോലീസ് സ്റ്റേഷനിലേക്ക് വന്നിട്ട് മാർക്കോയും മാനസയും സംസാരിക്കുന്നുണ്ട്. പോലീസ് ആ കേസ് രജിസ്റ്റർ ചെയ്യണം, സ്റ്റേഷൻ ജാമ്യം പോലും കിട്ടാത്ത കേസാണെന്നും അദ്ദേഹം പറയുന്നുണ്ട്. പിന്നീട് വെഹിക്കിൾ വെച്ച് നമ്മുടെ മേഘനാഥനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയാണ്, ലോക്കപ്പിൽ അടയ്ക്കുന്നു. അങ്ങനെ സാഗറും മഞ്ജുവും പരസ്പരം എല്ലാ അർത്ഥത്തിലും ഒന്നാവുന്നതിനും തീരുമാനിക്കുന്നുണ്ട്. മഞ്ജു പറയുകയാണ്, ഇനി സാഗറേട്ടന് എനിക്ക് വിശ്വാസമാണ്, എനിക്ക് സാഗറേട്ടനുമായിട്ട് ഒന്നാവണമെന്നൊക്കെ പറയുമ്പോൾ സാഗറും മഞ്ജുവിനെ ഭാര്യ എന്നുള്ള നിലയ്ക്ക് കാണാൻ തീരുമാനിക്കുകയാണ്. പിന്നെ കണ്ണനും മഹാലക്ഷ്മിയും ചേർന്ന് വാമദേവനെ കാണാനായിട്ട് എത്തുന്നുണ്ട്. വാമദേവനാണെങ്കിൽ ആ പഴയ അഹങ്കാരം ഒട്ടും തന്നെ വിട്ടുകൊടുക്കാതെയാണ് കണ്ണനോട് സംസാരിക്കുന്നത്. ഇനി നിനക്ക് കൂട്ടായിട്ട് ഞാനും ഉണ്ടെന്നൊക്കെ പറയുകയാണ്. കണ്ണന് മനസ്സിലാവുന്നുണ്ട് അയാൾക്ക് കിട്ടിയതൊന്നും പോരാ എന്ന്. മഹിയാണെങ്കിൽ ഹോസ്പിറ്റൽ ബില്ല് പേ ചെയ്യാമെന്ന് പറയുമ്പോൾ അതിന്റെയൊന്നും ആവശ്യമില്ല, വളഞ്ഞ വഴിയിൽ ഒരുപാട് സമ്പാദിച്ചു കൂട്ടി വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് അത് ഉപയോഗിക്കട്ടെ എന്ന് പറഞ്ഞ് മഹിയുമായിട്ട് കണ്ണൻ അവിടെ നിന്നും പോകുന്നു. അങ്ങനെ ജയിലിൽ ലോക്കപ്പിൽ കിടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ മേഘനാഥൻ. അവനാണെങ്കിൽ ആകെ ദേഷ്യം വരുന്നുണ്ട്. അന്ന് മാർക്കോ കിടന്ന അതേ സെല്ലിൽ തന്നെയാണ് അവനും കിടക്കുന്നത്. മാർക്കോയാണെങ്കിൽ അവനെ കാണാനായിട്ട് എത്തുന്നു. മാർക്കോയെ കാണുമ്പോൾ തന്നെ മേഘനാഥന് ദേഷ്യം വരിക, ഇനിയും എന്തിനാടാ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്, നിനക്ക് എനിക്ക് തന്ന പണിയൊന്നും പോരെ എന്ന് ചോദിക്കുമ്പോൾ ഈ പണിയും ഞാൻ തന്നെ തന്നതാണെന്നുള്ള കാര്യം മാർക്കോ പറയുന്നു. ദാ നീ എന്തൊക്കെയായി കാണിച്ചു കൂട്ടുന്നത്, ആദ്യം എന്റെ പെണ്ണിനെ ആ സാഗറിന് കൊണ്ടു കൊടുത്തു, ഇപ്പോ എനിക്കിട്ട് ഇതുപോലൊരു പണിയോ, എടാ ഈ പണിക്ക് പിന്നാലെയും നീ സ്നേഹിച്ച നിന്റെ പെണ്ണ് തന്നെയാണെന്ന് പറയുന്നു. ആരാണെന്ന് ചോദിക്കുമ്പോൾ മാനസ. അവൾ ഇനി ഏതറ്റം വരെയും അവളുടെ മോന് വേണ്ടിയിട്ട് പോകുമെന്നാ പറയുന്നത്. അവളുടെ മോനല്ല, നിന്റെ മോൻ. അത് അവൾക്ക് ഉറപ്പുള്ള കാലം വരെ, അല്ലെങ്കിൽ നിനക്ക് ഉറപ്പുള്ള കാലം വരെ നിയമത്തിൽ നിന്ന് നിനക്ക് ഒരിക്കലും രക്ഷപ്പെടാനായിട്ട് പറ്റില്ല. ആ കുഞ്ഞിനെ നിനക്ക് തള്ളിക്കളയാനും പറ്റില്ല. മര്യാദയ്ക്ക് ആ കുഞ്ഞിനെയും അവളെയും ഏറ്റെടുക്കുക, അല്ലെങ്കിൽ നിയമത്തിന്റെ പാതയിൽ ചെന്ന് ഒരുപാട് പൈസ കളയുക, അതൊക്കെ തന്നെ നിന്റെ വഴിയിലുള്ള മാർഗം. ഇതുപോലെ നീയും എന്നെ കാണാനായിട്ട് വന്നിരുന്നു, അത് തിരിച്ചു ഞാനും ചെയ്യണ്ടേ, അതുകൊണ്ടാ ഇങ്ങോട്ട് വന്നത്. എടാ മാർക്കോ, നീ ഇതിനൊക്കെ അനുഭവിക്കുമെന്ന് പറയുമ്പോൾ ഞാനല്ലടാ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്, നീയാണ് തെറ്റ് ചെയ്തത്, അതുകൊണ്ട് നീയാണ് അനുഭവിക്കുന്നത്. മഞ്ജു എന്തായാലും ഇനി അവൾ മാത്രമേ നിനക്കുള്ളൂ, അതുകൊണ്ടേ അങ്ങ് ഏറ്റെടുത്തേക്കെന്നൊക്കെ പറയാണ്. എന്താ നീ എന്നെ കളിയാക്കുകയാണെന്ന് ചോദിക്കുമ്പോൾ കളിയാക്കലല്ല, കാര്യം പറഞ്ഞതാണെന്നും പറയുന്നുണ്ട്. ഇനി സാഗറിനെയും മഞ്ജുവിനെയും അവരുടെ രോമത്തിൽ തൊടാൻ പോലും നിന്നെ കണ്ടേക്കരുത്, അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാലേ ഇതുപോലെയുള്ള പണികൾ നിനക്ക് തുടരെ കിട്ടിക്കൊണ്ടേ ഇരിക്കുമെന്ന് ഇങ്ങനെ മാർക്കോ പറയുന്നു. ഇത് കേട്ടിട്ട് മേഘനാഥൻ പറയുന്നു, നിന്നെയൊന്നും വെറുതെ വിടാൻ പോകുന്നില്ല എന്നൊക്കെ, ഇനി നിനക്കൊരു ചുക്കും ചെയ്യാൻ പറ്റില്ല എന്ന് പറയുകയാണ്. ഇതിന് പിന്നിലും ആ കണ്ണനും മഹാലക്ഷ്മി ഉണ്ടല്ലോ എന്ന് ചോദിക്കുമ്പോൾ അവരിതിന് പിന്നിലില്ല, പക്ഷെ അവര് നിനക്ക് മുട്ടം മണിയുമായിട്ട് വരുമെന്നിങ്ങനെ മേഘനാഥനോട് പറയുന്നുണ്ട്. സ്റ്റേഷൻ ജാമ്യം പോലും എടുക്കാൻ പറ്റാത്ത കേസാണ്, കോടതിയും വക്കീലുമായിട്ട് നീ ഒരുപാട് ബുദ്ധിമുട്ടാൻ പോകുന്നതേ ഉള്ളൂ മേഘനാഥ. ഇതുപോലെ നീ എന്നെ കളിയാക്കിയിട്ട് പോകുമ്പോൾ ഞാൻ പറഞ്ഞിരുന്നുവെന്ന്, നിനക്ക് ചങ്കിൽ തറയ്ക്കുന്നത് പോലെയുള്ള ഒരു പഴി തരുമെന്ന്, അതിപ്പോ ഓരോന്നായിട്ട് നീ വാങ്ങുന്നുണ്ട്, ഇനി ഇവിടെ കിടന്ന് കുറച്ച് സുഖിച്ചേക്കെന്നൊക്കെ പറയുകയാണ് മാർക്കോ മേഘന്റെ മുഖത്ത് നോക്കിയിട്ട്. അങ്ങനെ അവിടെ നിന്നും മാർക്കോ പോകുന്നു. പിന്നെ മേഘനാഥൻ അറസ്റ്റിലായ കാര്യം കണ്ണനും മഹാലക്ഷ്മിയും അറിയാണ്. കണ്ണേട്ടനാണോ അവനെതിരെ കേസ് കൊടുത്ത് അവരെ ലോക്കപ്പിലാക്കിയതെന്ന് ചോദിക്കുമ്പോൾ ഞാനെന്നല്ല, അല്ല കണ്ണേട്ടൻ പറഞ്ഞിരുന്നല്ലോ മഞ്ജുവിനെ ദ്രോഹിച്ച അവന്, അല്ലെങ്കിൽ വിശ്വസിച്ച അവന് ഉറപ്പായിട്ട് മുട്ടം പണി കൊടുക്കുമെന്ന്, അതൊക്കെയാണോ ഇതെന്ന് ചോദിക്കുമ്പോൾ ഒരിക്കലും അല്ല, അവര് ഞാൻ കൊടുക്കാൻ പോകുന്ന പണി എല്ലാവരും പ്രതീക്ഷിക്കുന്നതിലും അപ്പുറമാണ്, അത് ഞാനിപ്പോ പറയുന്നില്ല എന്ന് കണ്ണൻ മഹാലക്ഷ്മിയോട് പറയുന്നു. അങ്ങനെ മഹി ചോദിക്കുന്നുണ്ട്, ഇനി മഞ്ജുവിന്റെ കാര്യത്തിൽ എന്താ തീരുമാനമെന്ന്. മഞ്ജുവിന് ഇനിയും ഒരു സങ്കടം ഉണ്ടാവാൻ പാടില്ല, അത് നമ്മളാണ് നോക്കേണ്ടത്. എന്തായാലും അവൾ സാഗറുടെ ഭാര്യയായി, സാഗറുമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് അവളുടെ തീരുമാനം. അന്നാമത് അവൾ ഇവിടെ വന്ന് കരഞ്ഞപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി സാഗർ ഇനി ഒരു കാരണവശാലും തെറ്റായ വഴിക്ക് പോവില്ല എന്നാണ് മാർക്കോ വാക്ക് തന്നിരിക്കുന്നത്. അതുകൊണ്ട് അവനെ നമുക്ക് ചേർത്ത് പിടിച്ചേ മതിയാകൂ, അല്ലെങ്കിൽ കുറച്ചെങ്കിലും നമുക്ക് അവനെ വാച്ച് ചെയ്യണം. നമുക്ക് ബോധ്യപ്പെട്ടാൽ നമ്മുടെ കമ്പനിയിൽ തന്നെ ഉണ്ണിക്ക് പകരം അവനെ എടുക്കണമെന്നൊക്കെ പറയുമ്പോൾ മഹാലക്ഷ്മി കണ്ണന്റെ ആ ഒരു തീരുമാനം യോജിക്കുകയാണ് ചെയ്യുന്നത്.
പിന്നീട് മേഘനാഥൻ അറസ്റ്റിലായ കാര്യം ഉണ്ണിയും ദുർഗയും കരുണയും ഒക്കെ തന്നെ അറിയുന്നുണ്ട്. പ്രതാപനും മുത്തശ്ശിയൊക്കെ അറിയുന്നു. അങ്ങനെ അവരെല്ലാവരും എന്താ പറയുക, താടിക്ക് കൈ കൊടുത്ത് നിൽക്കുകയാണ്. എല്ലാം കൊണ്ട് തിരിച്ചടി കിട്ടിക്കൊണ്ടിരിക്കുകയാണെന്ന് അവർക്ക് മനസ്സിലാവുന്നുണ്ട്. കണ്ണനും മഹാലക്ഷ്മിയുമാണ് ഇതിന് പിന്നാലെ എന്നും മനസ്സിലാവുന്നു. സാഗർ പുറത്തിറങ്ങിയ കാര്യവും ഇവരറിയുന്നുണ്ട്. അങ്ങനെ അതിന്റെ പേരിലും കണ്ണനോടും മഹാലക്ഷ്മിയോടും വഴക്കിടാൻ തന്നെയാണ് ദുർഗ തീരുമാനിച്ചിരിക്കുന്നത്. അപ്പൊ എന്തായാലും നമുക്ക് കാത്തിരിക്കാം പുതിയ എപ്പിസോഡ്സിനായിട്ട്. ബൈ ബൈ.